ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഭൂമിയിലെ കുടുംബങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളെയും അവൻ അനുഗ്രഹിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമായിരിക്കാൻ അബ്രാമിന്റെ പേര് അബ്രഹാം എന്ന് മാറ്റി അവൻ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം എന്ന് കാണാൻ സാധിക്കുന്നു. ഒരു മനുഷ്യൻ നീതിമാനാണെങ്കിൽ അവൻ ദൈവത്തെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ അവന്റെ നിമിത്തം കർത്താവ് 1000 തലമുറയെ അനുഗ്രഹിക്കും. അബ്രഹാമിൽ നിന്ന് 42 തലമുറകൾക്ക് ശേഷമാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. അബ്രഹാമിൽ ആ തലമുറകളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അബ്രഹാമിന്റെ വംശപരമ്പരയിലാണ് ദാവീദ്, ശലോമോൻ, രഹോബെയാം തുടങ്ങിയ മഹാരാജാക്കന്മാർ വന്ന് ഇസ്രായേലിനെ ഭരിച്ചത്. ഒരിക്കൽ കർത്താവായ യേശു സിനഗോഗിൽ വന്നപ്പോൾ 18 വർഷമായി ദേഹാസ്വാസ്യമുള്ള ഒരു സ്ത്രീയെ കണ്ടു. കുനിഞ്ഞിരുന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം അവൾ കിടക്കുന്നത് കണ്ടു. അബ്രഹാമിന്റെ നിമിത്തം അവളെ സുഖപ്പെടുത്താൻ ആഗ്രഹിച്ച് കർത്താവ് ചോദിച്ചു, അബ്രഹാമിന്റെ മകളായ ഈ സ്ത്രീയെ ശബ്ബത്തിൽ ഈ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടേണ്ടതല്ലേ എന്ന്. ഇത് ലൂക്കോസ് 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണാൻ കഴിയും. അവൻ അവളെ തന്റെ അടുക്കലേക്ക് വിളിച്ച് അവളുടെ ബലഹീനതയിൽ നിന്ന് അവളെ മോചിപ്പിച്ചു. സ്ത്രീയെ കണ്ടപ്പോൾ കർത്താവ് അബ്രഹാമിനെ ഓർത്തു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് ലൂക്കോസ് 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അബ്രഹാമിൽ ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ കർത്താവ് അബ്രഹാമിനെ അനുസരിക്കുകയും സക്കായിയെ രക്ഷയുടെ സന്തോഷം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഒരു വീട്ടിലെ പിതാവ് മാന്യനായ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടികൾ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടും. മക്കൾക്കും അവരുടെ പിതാവിന്റെ പേരുപയോഗിച്ച് ധാരാളം ആനുകൂല്യങ്ങൾ ലഭിക്കും. പിതാവ് നീതിമാനാണെങ്കിൽ അവന്റെ മക്കൾ കർത്താവിന്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തും. കർത്താവ് നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതുമ്പോൾ തിമോത്തിയെ വിശ്വാസത്തിൽ യഥാർത്ഥ പുത്രൻ എന്ന് വിളിക്കുന്നു. ഒരു പിതാവിന്റെ അനുഗ്രഹം തന്റെ മക്കൾക്ക് കൈമാറുന്നതുപോലെ പൗലോസ് അപ്പോസ്തലന്റെ അനുഗ്രഹം തീമോത്തിയോസിന്റെ മേൽ വന്നു. നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഒരു ആത്മീയ പിതാവാകാൻ കഴിയും? പിതൃതുല്യമായ സ്നേഹത്തോടെ അവരെ നോക്കണം. തിരുവെഴുത്തുകളിലെ സത്യങ്ങൾ അവരോട് പറയുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുക. അവർ ക്രിസ്തുവിൽ വളരുന്നതിനും അവരുടെ ആത്മീയ ഉന്നമനത്തിനു വേണ്ടി നിങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുക. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ സാക്ഷ്യം പങ്കുവെക്കാനും ഇങ്ങനെ പറയാനും കഴിയണം, നിങ്ങൾ മുഖേന എൻ്റെ രോഗത്തിൽ നിന്ന് ഞാൻ മോചിതനായി. നിങ്ങളിലൂടെയാണ് ഞാൻ സുവിശേഷം കേട്ടത്. ഞാൻ രക്ഷിക്കപ്പെട്ടു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു എന്നെല്ലാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 72-ാം അധ്യായം 17-ാം വാക്യം. അവന്റെ നാമം എന്നേക്കുമിരിക്കും, അവന്റെ നാമം സൂര്യൻ ഉള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ദിനവൃത്താന്തം 4, 5, 6 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 10-ാം അധ്യായം 24 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.